നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേൽ ഇന്റലിജൻസിനായി ചാരപ്രവൃത്തി നടത്തിയ 4 പേരെ ഇറാൻ വധിച്ചതായി ഇറാൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു. ഇവരുടെ അപ്പീൽ ഇറാൻ സുപ്രീം കോടതി തള്ളിയതിന് പിന്നാലെയാണ് വധശിക്ഷ നടപ്പാക്കിയത്. റിപ്പോർട്ട് അനുസരിച്ച് ഇറാൻ പ്രതിരോധ മന്ത്രാലയത്തിന് ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഇസ്ഫഹാൻ ആസ്ഥാനമായുള്ള ഫാക്ടറിയിൽ ബോംബിംഗ് ഓപ്പറേഷൻ നടത്തുന്നതിന് പ്രതികൾ ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയിൽ നിന്ന് അനധികൃതമായി ഇറാന്റെ പ്രദേശത്തേക്ക് പ്രവേശിച്ചുവെന്ന് ആരോപിക്കപ്പെടുന്നു. 2023 ഡിസംബർ 18-ന് ഇസ്രയേൽ ഭരണകൂടത്തിന് അനുകൂലമായി ചാരപ്രവർത്തനം നടത്തിയതിന് ഇവരെ വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു. രാജ്യത്തിന്റെ സുരക്ഷയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു ഭീകര സംഘം രൂപീകരിച്ച് കൈകാര്യം ചെയ്തതിനും ഇവർ ശിക്ഷിക്കപ്പെട്ടു. പിന്നീട് കേസ് വീണ്ടും പരിശോധിച്ച കോടതി വിധി ശരിവയ്ക്കുകയായി. മുഹമ്മദ് ഫറാമർസി, മുഹസീൻ മസ്ലൌ, വഫ അസർബാർ, പെജ്മാൻ ഫത്തേഹി എന്നിവരെയാണ് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത്. 2022 ജൂലൈയിലാണ് ഇവർ ഇറാൻ ഇന്റലിജൻസിന്റെ പിടിയിലായത്. ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇവർ സ്ഫോടനത്തിന് പദ്ധതിയിട്ടതെന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിൽ മൊസാദിന്റെ നേതൃത്വത്തിൽ ഇവർക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്നാണ് ഇറാന്റെ ആരോപണം. ഇസ്രയേലിന്റെ മൊസാദ് സെക്യൂരിറ്റി സർവീസുമായി ബന്ധമുണ്ടെന്നാരോപിച്ച് കഴിഞ്ഞ മാസം അവസാനം ഇറാൻ 4 പുരുഷന്മാരെയും 1 സ്ത്രീയെയും വധിക്കുകയും മറ്റ് നിരവധി പേരെ തടവിൽ ശിക്ഷിക്കുകയും ചെയ്തതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നേരത്തെ ഡിസംബറിൽ മൊസാദിന് രഹസ്യ വിവരങ്ങൾ നൽകിയെന്നാരോപിച്ച് മറ്റൊരാളെ വധിച്ചിരുന്നു. വർഷങ്ങളായി ചാരപ്പണി നടത്തുകയും നിഴൽ യുദ്ധം നടത്തുകയും ചെയ്തുവെന്ന് ഇറാനും ഇസ്രയേലും പരസ്പരം ആരോപിച്ചു. ഇറാനെ തങ്ങളുടെ ഏറ്റവും വലിയ ഭീഷണിയായാണ് ഇസ്രയേൽ കാണുന്നത്. ഇറാൻ ആണവായുധങ്ങൾ ഏറ്റെടുക്കുന്നത് തടയാൻ സൈനിക നടപടി സ്വീകരിക്കുമെന്ന് ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇറാൻ അത്തരം ആയുധങ്ങൾ തേടുന്നത് നിഷേധിക്കുകയും ഏതാക്രമണത്തിനും കടുത്ത മറുപടി നൽകുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തിരുന്നു. അതേസമയം ഖാൻ യൂനൂസിൽ ആക്രമണം കൂടുതൽ കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. അൽനാസർ ആശുപത്രി വളപ്പിൽ കൂട്ടക്കുഴിമാടം ഒരുക്കി 100 കണക്കിന് മൃതദേഹങ്ങൾ സംസ്കരിച്ചതായ റിപ്പോർട്ടുകളും പുറത്തുവന്നു. ഇസ്രയേൽ ആക്രമണത്തിൽ ആശുപത്രിക്ക് മുകളിലെ ജലസംഭരണി തകർന്നു. അത്യന്തം ഗുരുതര സാഹചര്യമാണുള്ളതെന്ന് ആശുപത്രി അധികൃതർ വെളിപ്പെടുത്തി. ഇതിനിടെ നെതന്യാഹു സർക്കാരിനെ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നടത്തണം എന്നാവശ്യപ്പെട്ട് ടെൽ അവീവിൽ നടന്ന റാലി സുരക്ഷാ വിഭാഗം തടഞ്ഞു. 100 കണക്കിന് പ്രക്ഷോഭകരെ അറസ്റ്റ് ചെയ്തു. ബന്ധുക്കളുടെ പ്രക്ഷോഭവും തുടരുകയാണ്. നെതന്യാഹുവിന്റെ മകൻ ബന്ദിയായിരുന്നെങ്കിൽ ഇതായിരിക്കുമോ സമീപനമെന്ന് രോഷാകുലരായ ബന്ധുക്കൾ ചോദിച്ചു. പിന്നിട്ട 24 മണിക്കൂറിനിടെ 174 പലസ്തീനികൾ കൊല്ലപ്പെടുകയും 310 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗാസയിലെ ആകെ മരണസംഖ്യ 26,257 ആയി. പരിക്കേറ്റവരുടെ എണ്ണം 64,797 ആണ്. UN അഭയാർത്ഥി ഏജൻസിയുടെ പ്രവർത്തനം അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രയേൽ ഉന്നയിച്ച ആരോപണം ഏറ്റുപിടിക്കുകയാണ് അമേരിക്ക ഉൾപ്പെടെ 6 രാജ്യങ്ങൾ.